Hi friends, welcome to English classroom. Dears, as you know, we have discussed some items, grammar items in 9th grade English examinations, first term English examinations. Today we can see one more item, that is close time. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗ്രാമറിലെ ക്ലോസ് ടൈപ്പ് എന്ന് പറയുന്ന ചോദ്യരൂപമാണ്. അത് ഏതാണ്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. 4 മാർക്ക് എന്തായാലും കിട്ടും. 10ാം ക്ലാസ്സിൽ ഇതേ സാധനം ഉണ്ട്. ഇപ്പൊ ചെയ്ത് പഠിച്ചാൽ നമുക്ക് വളരെ ഉപകാരപ്പെടും. നോക്കാം നമുക്ക്. ലെറ്റ് us start. This is the question that appeared in 2016. You read the question thoroughly. Read the question twice or thrice and learn it thoroughly. Okay, there are words missing in the passage given below. Complete the passage by choosing appropriate words from the ones given in brackets. That's the question. So you have to read this one. On my relief war duty, I felt my work was no longer South Africa but in India. Not that there was nothing be done in South Africa, but I was afraid my main business might become merely money making. അപ്പോൾ മക്കൾ നന്നായിട്ട് വായിച്ചു നോക്കുക. നന്നായിട്ടൊന്ന് വായിച്ചു നോക്ക്. എന്നിട്ടൊന്ന് ശ്രമിക്ക് ചെയ്യാൻ. ഉത്തരം ഒന്ന് റഫായിട്ട് എഴുതി നോക്കി. എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ശ്രമിച്ചു നോക്കിയല്ല. ഇപ്പം മക്കൾ ചെയ്യേണ്ടത് എന്താണ് പറയാം. ഇത്തരം ചോദ്യം ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് നന്നായിട്ട് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും അവിടെ എന്നെ ഓരോ വാക്ക് പോയിട്ടുണ്ട്, അത് ഇന്നതാണ് നമുക്ക് തോന്നും. അത് മനസ്സിലാക്കി ചെയ്യാമാണ്. എന്നിട്ട് ആ വാക്ക് താഴെ നമ്മളെ ബോക്സിലുണ്ടോ നോക്കുക. അല്ലാതെ ഓരോ ബോക്സിലെ ഓരോ വാക്കെടുത്ത് നമ്മളിങ്ങനെ വെച്ച് നോക്കരുത്. അപ്പൊ തെറ്റും. നോക്കാം കേട്ടോ. ചർച്ച ചെയ്താലോ എഴുതിയിട്ടുണ്ടാവുമല്ലോ. ഓൺ മൈ റിലീഫ് വാർ ഡ്യൂട്ടി എന്നാണ്. വാർ ഡ്യൂട്ടിയിൽ നിന്ന് വിരമിച്ചപ്പോൾ എന്നാ വേണ്ടത്. അപ്പൊ എന്തായിരിക്കും ഈ നിന്ന് എന്നുള്ള വാക്ക് ഏതാ? ഫ്രം ആണ്. അപ്പൊ ഇവിടെ ഈ ക്ലോസ് ടൈപ്പിൽ വരുന്ന ഒരു സാധനം പ്രിപ്പോസിഷൻ ആയിരിക്കും, അതല്ലെങ്കിൽ ആർട്ടിക്കിൾ ആയിരിക്കും, അല്ലെങ്കിൽ ലിങ്കേഴ്സ്, കൺജങ്ഷൻ ഇമാതിരി സാധനങ്ങളൊക്കെ വരാം. അപ്പൊ അവിടെ ഫ്രം ആ പറ്റും. റെഡി അല്ലേ? ഐ ഫെൽറ്റ് മൈ വർക്ക് വാസ് നോ ലോങ്ങർ സൗത്ത് ആഫ്രിക്കയിൽ അല്ല എന്നാണ് ഇവിടെ സൂചന ഉണ്ട്. ഇവിടെ ബട്ട് ഇൻ ഇന്ത്യ ഇവിടെ കൊടുത്തോണ്ട് ക്ലിയർ ആണ്. അവിടെ ഉത്തരം ക്ലിയർ ആണ്. അപ്പൊ സൗത്ത് ആഫ്രിക്കയിൽ ഏതാ വാക്ക്? ഇന്നാണ്. നോട്ട് ദാറ്റ് there was nothing ചെയ്യപ്പെടാൻ എന്നാ വേണ്ടത്. ഏതാ വാക്ക് വരിക? ഇതൊരു നമുക്കറിയാം V1 ആണ്. അതിന് മുമ്പ് ഏതാ വെക്കുക? 2 ആണ് വെക്കുക. ടു ബി ഡൺ ഇൻ സൗത്ത് ആഫ്രിക്ക ബട്ട് ഐ വാസ് അഫ്രൈഡ്. പിന്നെ അതിന് ശേഷം വായിച്ചു നോക്ക്. ദ മെയിൻ ബിസിനസ് മൈറ്റ് ബിക്കം നിയർലി മണി മേക്കർ. നമ്മൾ പഠിച്ചതാണ്. ഒരു ക്ലോസ് ആണ്. ക്ലോസ് ആകുമ്പോൾ ബന്ധിപ്പിക്കാൻ എന്നൊക്കെ സെൻസ് വരാൻ നമ്മൾ വെക്കേണ്ടി വരിക. ദാറ്റാ വെക്കേണ്ടി വരിക. റെഡി അല്ലേ? ദാറ്റ് ക്ലിയർ ആണല്ലോ. ഇങ്ങനെയാണ് നമ്മൾ എഴുതിയത്. നോക്ക് ഉത്തരം കൂടി നോക്ക്. ഫ്രം, ഇൻ, ടു ആൻഡ് ദാറ്റ്. 4 മാർക്കും കിട്ടിയല്ലോ. കുഴപ്പമില്ലല്ലോ. Now let us move on to next question. This is somewhat different. നമ്മൾ പഠിച്ച വാക്കുകൾ വെച്ചുള്ളത് തന്നെയാണ്. നല്ലോണം ശ്രദ്ധിക്കുക. These are the words impact, deprive, exhort, render, upload. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ആരും ശ്രദ്ധിക്കണം. ഇതിന്റെ അർത്ഥമല്ല മനസ്സിലാക്കുന്നത്. ഇമ്പാക്ട് എന്ന് പറഞ്ഞാല് ഫലം എന്നാണ്. പ്രത്യേകമായ ഫലത്തിന് ഇമ്പാക്ട് എന്ന് പറയാം. ഡിപ്രൈവ് എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ ഉപേക്ഷിക്കുക, ഒഴിവാക്കുക എന്നുള്ള സെൻസ് ആണ്. എക്സോട്ട് പ്രേരിപ്പിക്കലാണ്. റെൻഡർ കൊടുക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്ലോഡ് എന്ന് പറഞ്ഞാൽ പ്രൈസ് പുകഴ്ത്തുക എന്നുള്ള അർത്ഥമാണ്. നല്ല ശ്രദ്ധിക്കണം. വായിച്ചു നോക്കുക. തന്നെ ചെയ്യും. ഗാന്ധിജി ഡാഷ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ടു പ്രാക്ടീസ് നോൺ വയലൻസ്. ഇറ്റ്സ് ഡാഷ് വാസ് ട്രമൻഡസ്. People across the world dash Gandhi for his teaching. ഒന്ന് ശ്രമിച്ചു നോക്കൂ. കിട്ടിയ? നോക്ക്, പറഞ്ഞു നോക്ക്. ഗാന്ധിജി ഡാഷ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ടു പ്രാക്ടീസ് നോൺ വയലൻസ്. ഗാന്ധിജി ഇന്ത്യയിലെ ജനങ്ങളെ അഹിംസ പ്രാവർത്തികമാക്കാൻ ശീലിക്കാൻ എന്ത് ചെയ്തു എന്നാ വേണ്ട അവിടെ? പ്രേരിപ്പിച്ചു എന്നായിരിക്കും വേണ്ടി. എന്താ പ്രേരിപ്പിക്കാനുള്ള വാക്ക്? എക്സോർട്ടാണ്. എക്സോർട്ട് എന്നോ എക്സോർട്ടഡ് എന്നോ എഴുതാം. റെഡി അല്ലേ? ഇറ്റ്സ് ഡാഷ് വാസ് ട്രിമൻഡസ്. അതിന്റെ എന്തോ ഒന്ന് വളരെ വലുതായിരുന്നു. ഇവിടെ ഫലം, പ്രഭാവം എന്നല്ലേ വേണ്ടത്. ഏതാ വാക്ക്? ഇമ്പാക്റ്റ് ആണ്. പീപ്പിൾ അക്രോസ് ദ വേൾഡ് എല്ലാരും ഗാന്ധിയെ പുകഴ്ത്തി
എന്നോ പുകഴ്ത്തുന്നു എന്നോ ആവാം, രണ്ട് സെൻസും ആവാം. റെഡിയല്ലേ? ഇപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് കേട്ടപ്പോൾ ആൾക്കാർ പുകഴ്ത്തി. ആ പുകഴ്ത്താനുള്ള വാക്ക് അപ്ലോഡാണ്. അപ്ലോഡ് എന്നോ അപ്ലോഡഡ് എന്നോ എഴുതാം. ക്ലിയർ അല്ലേ? ശരിയല്ലേ? നോക്കൂ, ഉത്തരം എങ്ങനെയാണോ? എക്സോർട്ടഡ്, ഇമ്പാക്ട് ആൻഡ് അപ്ലോഡ്. റെഡി അല്ല? അപ്ലോഡഡ് എന്ന് എഴുതിയാൽ ശരിയാണ് കേട്ടോ, ഫാസ്റ്റ് വെച്ചിട്ട്. ക്ലിയർ ആണല്ലോ? റൈറ്റ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. There is an excerpt from Sachin's farewell speech. Supply the missing words in the following passage. വായിച്ചു നോക്കൂ നിങ്ങൾ. The most important person dash my life was my father. I have missed him a lot. 1999 when he passed away. Without his guidance, I don't think I would have been standing here. Dash you. He gave me freedom at the age of 11 and told me chase your dreams but make sure you do not find shortcuts. നമുക്ക് പാടുള്ള നല്ലൊരു എക്സെപ്റ്റ് ആണ്. സച്ചിന് വിരമിച്ച സമയത്ത് നടത്തിയ പ്രസംഗത്തിന്റെ ഭാഗം നിങ്ങൾക്ക് അറിയാത്. ചെയ്ത് നോക്കട്ടൊന്ന് പോസ്റ്റ് ചെയ്യണേ. റൈറ്റ്. The most important person my life was my father. എന്റെ ജീവിതത്തിൽ എന്നല്ലേ വേണ്ടത്? ഏതാ വാക്ക് വരിക? ഇന്നാണ്. I have missed him a lot dash 1999. ഒരു പോയിന്റ് മുതൽ എന്നാകുമ്പോൾ നമ്മൾ സിൻസാ പറയാം. ഒരു കാലയളവ് പറയുമ്പോൾ ഫോറാ പറയാം. ഒന്നുകൂടി. We have been living here since 1999. We have been living here for 5 years. അങ്ങനെ നമ്മൾ പറയാം. ഇവിടെ പോയിന്റ് ഓഫ് ടൈം ആണുള്ളത്. അപ്പൊ നമ്മൾ ഏതാ പറയേണ്ടി വരിക? സിൻസാ വേണ്ടി വരിക. ഐ ഡോണ്ട് തിങ്ക് ഐ വുഡ് ഹാവ് ബീൻ സ്റ്റാൻഡിങ് ഹിയർ. നിങ്ങളുടെ മുമ്പിൽ. ഏതാ വാക്ക്? ഇൻ ഫ്രണ്ട് ഓഫ് യു. ഹി ഗേവ് മീ ഫ്രീഡം ദി ഏജ് ഓഫ് 11. ഒരു കറക്റ്റ് ടൈമാ പറയുന്നത്. എന്താ പറയുമ്പോൾ അറ്റാ വെക്കേണ്ടത്. അറ്റ് ദ ഏജ് ഓഫ് 11. ക്ലിയർ ആണല്ലോ മക്കളെ? ഇങ്ങനെയല്ല നിങ്ങൾ എഴുതിയത്. ദാറ്റ് ഈസ് ഇൻ. സിൻസ് ഇന്ന് ജീവിതത്തിൽ എന്ന് കാണിക്കാനാണ്. സിൻസ് ഒരു പോയിന്റ് ഓഫ് ടൈം ആയതുകൊണ്ടാണ്. ഇൻ ഫ്രണ്ട് ഓഫ് യു എന്നാണ്. ഇൻ ഫ്രണ്ട് ഓഫ് മതി, മുമ്പിൽ എന്നാണ്. പിന്നെ അറ്റ്, അത് കറക്റ്റ് ടൈം ആയതുകൊണ്ടാണ്. ക്ലിയർ അല്ലേ? ഓക്കെ ഡിയേഴ്സ്. നൗ ലാസ്റ്റ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ. Fill in the blanks using suitable linkers given in the box. Linkers ആണ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. സൂൺ എന്ന് പറഞ്ഞാൽ ഉടനെ എന്നാണ്. ആൻഡ് ചേർക്കാൻ നമ്മൾ ഉപയോഗിക്കുക. എല്ലാവരും മനസ്സിലായി. ഒരിക്കൽ കൂടി അറ്റ് ഫസ്റ്റ്, തുടക്കത്തിൽ, ലേറ്റർ, പിന്നെ ഇതൊക്കെ നമുക്ക് അറിയുന്ന വാക്കുകൾ. പിന്നീട് ഇതൊക്കെ അറിയുന്ന വാക്കുകൾ. നല്ല വായിച്ചാലും ചെയ്ത് നോക്ക്. Started. Tarun was leading, seeing himself ahead of everybody. Tarun felt very proud of himself. That's everything changed. Tarun did not notice the shallow path of track. He slipped. Seeing the other kids gone past him, he got up and started running. ശ്രദ്ധിച്ചു ചെയ്യാൻ നോക്ക്, ശ്രമിച്ചു നോക്ക്. ഓക്കെ, റെഡിയായോ? നോക്കാം നമുക്ക്. The race started. തുടക്കത്തിൽ അവനായത് ലീഡ് ചെയ്യുന്ന നമ്മൾ ഏതായിരിക്കും വാക്ക് ഉപയോഗിക്കുക? അറ്റ് ഫസ്റ്റ് ആണ്. റെഡി അല്ലേ? Seeing himself ahead of everybody, Tarun felt very proud of himself. Dash everything changed. പെട്ടെന്നെല്ലാം മാറി എന്നാ വേണ്ടി. അത് പെട്ടെന്നുള്ള വാക്ക് ഏതാ? സൂണാണ്. റെഡി അല്ലേ? ഓക്കെ അല്ലേ? പെട്ടെന്ന് സെൻസങ്ങൾ നന്നാവാൻ സൂൺ വെച്ചാൽ റെഡി അല്ലേ? പിന്നെ Tarun did not notice the shallow path of track. He slipped. അവനത് ശ്രദ്ധിക്കാതിരിക്കുകയും വീഴുകയും ചെയ്തു എന്നാ വേണ്ടിയത്. അങ്ങനെ ആകുമ്പോൾ രണ്ടു ചേർക്കാൻ ഏതാ ഉപയോഗിക്കുക? ആൻഡ് ഉപയോഗിക്കുക. Seeing the other kids going past him, he got up and started running. ഒന്നും കൂടി. Once again. ക്ലിയർ ആണല്ലോ? റെഡി അല്ലേ മക്കളെ? That is at first, soon, and once again. ഇതുപോലുള്ള പരമാവധി ചോദ്യങ്ങൾ ചെയ്ത് നമ്മൾ പഠിക്കണം. ഇതൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോഴേ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. If you haven't subscribed yet, please subscribe. Meet you again. Till then, goodbye.